അടുത്ത ശ്ലോകത്തിലേക്ക് കേൾക്കുക. ഏതേ ഭൂതഗണാ തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥഗ്നോഷേ കുർഭുവനണ്ഡ നിർമ്മിതവിധോ ദേവൈയമീഭിസ്ത്രഥാ ത്വം നാനാവിധസുക്തിഭിർനുത ഗുണസ്തത്വന്യമുന്യാവിശൻ ശ്രേഷ്ഠാശക്തിമുദീര്യതാനി ഘടയൻ ഹൈരണ്യമണ്ഡം യഥാ. ഏതേ ഭൂതഗണ, മുകളിൽ പറഞ്ഞില്ലേ ഭൂതഗണങ്ങള്. ഭൂതഗണങ്ങളെ വെച്ചാൽ എന്താണ് ഇവിടെ? പഞ്ചഭൂതഗണം എന്നാ പറയുന്നത്. പഞ്ചഭൂതങ്ങള് അതിന്റെ ഗുണങ്ങളോട് കൂടിയിട്ട് താമസികമായിട്ടുണ്ടായല്ലോ. ആ ഭൂതഗണങ്ങളാകട്ടെ, തഥേന്ദ്രിയഗണ ദശേന്ദ്രിയങ്ങളാകട്ടെ, അതെവിടെ നിന്നുണ്ടായതാണ്? വൈകാരികമായിട്ടുള്ള അഹങ്കാരം, രാജസമായിട്ടുള്ള അഹങ്കാരത്തിനുണ്ടായിരിക്കുന്ന ദശേന്ദ്രിയങ്ങളാകട്ടെ. ദേവാശ്ച ജാതാ, ദേവന്മാരുണ്ടായി. 10 ഇന്ദ്രിയങ്ങൾക്ക് 10 ദേവന്മാരും 4 അന്ധകരണങ്ങളും ഉണ്ടായി. ഇതുകളാകട്ടെ സാത്വികത്വനും രാജസത്വനും താമസത്തിനും ഉണ്ടായിട്ടുള്ള ഏത് ഭാവങ്ങളാകട്ടെ നോശേ ഗുർഭുവനാണ്ഡ നിർമ്മിത വിധോ, ഇവരാരും ഭുവനാണ്ഡത്തെ ഉണ്ടാക്കാൻ സമർത്ഥമായില്ല എന്ന്. പഞ്ചഭൂതങ്ങളുണ്ടായ ഭുവനാണ്ഡം ഉണ്ടാവുമോ? ദശേന്ദ്രിയങ്ങളുണ്ടായ ഭുവനാണ്ഡം ഉണ്ടാവുമോ? ദേവന്മാരുണ്ടായി ഉണ്ടാവുമോ? ഇതെല്ലാം കൂടിച്ചേർന്നിട്ട് ഒന്നായി പ്രവർത്തിക്കണം. ഈ ഒന്നാക്കൽ എവിടെയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. എവിടെയത്? അവിടെ അങ്ങ് വേണം. അപ്പൊ ഈ ശരീരത്തിലെല്ലാം ഉണ്ട്. ദശേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചഭൂതങ്ങളുണ്ട്, തന്മാത്രകളുണ്ട്. ഓരോരോ ദേഹഭാഗങ്ങളിൽ ഓരോരോ ദേവതകളെ കൽപ്പിച്ചിട്ടുണ്ട്. സൂര്യനാണ് കണ്ണിൽ എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഓരോരോ ദേവതകൾ ഓരോരോ ഭാഗത്തുണ്ട്. ഓരോരോ ചക്രങ്ങൾക്ക് ദേവതകളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കണമെങ്കിൽ എന്തു വേണം? ജീവാത്മാവ് വേണം. ജീവാത്മാവ് വിട്ടതായിട്ടുള്ള ശരീരത്തിൽ ഇതൊന്നുമില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല. അപ്പോ ഈ ഭുവനാണ്ഡത്തിനെ പോലെ, ഈ ബ്രഹ്മാണ്ഡത്തിനെ പോലെ തന്നെയാണ് ഈ പിണ്ടാണ്ഡം. ക്ഷേമതുന്ന ഈ ശരീരം. അതിൽ എന്തെങ്ങനെയാണോ ജീവാത്മാവ് ഇരിക്കുന്നത്, ആ ജീവാത്മാവാണ് ഇതിനെല്ലാം പ്രവർത്തിക്കുന്നത്. ജീവാത്മാവാണ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുന്നത്, ബുദ്ധിയെ ഉണർത്തുന്നത്, മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത്, മലമൂത്ര വിസർജനങ്ങൾ ഉണ്ടാക്കുന്നത്, ദഹനപ്രക്രിയ ഉണ്ടാക്കുന്നത്, വിയർപ്പുണ്ടാക്കുന്നത്, ശ്വസിക്കുന്നത്. ഇതില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ ഇത് ഓരോന്നും ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും എന്തുണ്ടായില്ല? ഭുവനാണ്ഡ നിർമ്മിത വിധോ നോ ചെയ്യൂ. ഭുവനാണ്ഡത്തെ ഉണ്ടാക്കുവാൻ ഇതൊന്നും ശക്തമായില്ല എന്നാ പറയണം. അണ്ഡത്തിൽ നിന്നുണ്ടാവണം. ഒരു കോഴിക്കുഞ്ഞ് എവിടുന്നാണ് ജനിക്കുന്നത്? അതിൻ്റെ കോഴി മുട്ടയിൽ നിന്ന് അത് അടയിരുന്ന് പാകം വരുമ്പോഴാണ് ഒരു കോഴിക്കുഞ്ഞെന്ന് പുറത്തു വരുന്നത്, അല്ലേ? അപ്പൊ രണ്ടും സദ്ഖലു പൂർവസൃഷ്ടത്തിൽ ഇനി പറയാൻ പോകുന്നുണ്ട്. അത് പൊട്ടണം. അപ്പോഴാണ്. അപ്പൊ അതിനാദ്യം ഒരു എന്ത് വേണം? ഒരു അണ്ഡം വേണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഗർഭം ഉണ്ടായിട്ട് പുറത്തു വരുന്നത് ഭ്രൂണം ഉണ്ടായിട്ട് വേണ്ടേ ഗർഭം പുറത്തു വരാന്ന്? ഭ്രൂണം ഉണ്ടായില്ലെങ്കിൽ എന്താ ചെയ്യുക? ഭ്രൂണത്തിന് വളരാൻ വേണ്ട രസങ്ങളുണ്ട്, വായുണ്ട്, എല്ലാം ഉണ്ടായാലും ഭ്രൂണം ഉണ്ടാവില്ല. ഭ്രൂണം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതില് ജീവാത്മാവിന്റെ സന്നിവേശം വേണം, അല്ലേ? അപ്പോഴേ അത് ഉണ്ടാവുള്ളൂ. അത് അണ്ഡമായിരുന്നിട്ട് വേണം പിന്നെ അത് പുറത്തേക്ക് വരാൻ. ഇപ്പൊ കോഴിമുട്ടയിട്ടിട്ട് അത് അണ്ഡമായിരുന്ന് പുറത്തേക്ക് വരുന്ന പോലെ, ഗർഭം ഉണ്ടായിട്ട് ആ ഗർഭം 10 മാസം ഉള്ളിൽ അണ്ഡസ്വരൂപമായി ഇരുന്ന് പുറത്തേക്ക് വരുന്നത് പോലെ, അപ്പൊ എന്തുണ്ടാവണം? ഇപ്പൊ ഇവിടെ അണ്ടുണ്ടാവണം. അപ്പൊ ഈ അണ്ടുണ്ടാവാൻ ഇതൊന്നും പര്യാപ്തമല്ല എന്നാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഈ ദേവൈയമീഭിസ്ത്രഥ, ഈ 14 ഇന്ദ്രിയങ്ങളുടെയും 10 ഇന്ദ്രിയങ്ങളുടെയും 4 അന്ധകരണങ്ങളുടെയും ദേവതകള് എന്ത് ചെയ്തു? അങ്ങേ ത്വം നാനാവിധ സുക്തിഭിർനുത ഗുണസ്തത്വന്യമുന്യാവിശൻ ശ്രേഷ്ഠാശക്തിമുദീര്യതാനി ഘടയൻ ഹൈരണ്യമണ്ഡം യഥാ. ഈ ദേവകള് വേറെ ആർക്കും ശക്തിയില്ല. മറ്റേ ഇന്ദ്രിയങ്ങളാണ്, അതിന് ശക്തിയില്ല. ഭൂതഗണങ്ങളാണ്, അതിന് ശക്തിയില്ല. താമസ സ്വരൂപങ്ങളാണ്. അതില് ശ്രേഷ്ഠാശക്തി ആർക്ക് മാത്രമേ ഉള്ളൂ? ഈ ദേവതകൾക്ക് മാത്രമേ ഉള്ളൂ. ആ ദേവഗുണങ്ങൾ അങ്ങേ അങ്ങോട്ട് സ്തുതിച്ചു.
ദേവൈ അമീഭിസ്തഥാ, ഈ ദേവകളാൽ ത്വം നാനാവിധ സൂക്തിഭി നൂതഗുണ, അങ്ങയുടെ ഗുണങ്ങളെ ഈ ദേവതകള് ഭക്തിപുരസ്സരം സ്തുതിച്ചു, അങ്ങയെക്കുറിച്ച് സ്തുതിച്ചു. മന്ത്രങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും അനവധി വിധത്തിലുള്ള സ്തുതികളെ കൊണ്ടും അങ്ങയെക്കുറിച്ച് സ്തുതിച്ചു. എന്താണ്? ഈ ഹൈരണ്യമായിരിക്കുന്ന അണ്ഡത്തിനെ ഉണ്ടാക്കണം, ബ്രഹ്മാണ്ഡത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടി അങ്ങയെ സ്തുതിച്ചു. ചേഷ്ടാ അപ്പോ താന്യമൂന്യാവിശൻ ചേഷ്ടാശക്തി മുദീര്യതാനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥ. എന്നിട്ട് അങ്ങാണ് പിന്നെ എന്ത് ചെയ്തത്? അമൂന്യാവിശൻ, അതിൻ്റെ ഉള്ളില് ആവേശിച്ചു. ജീവാത്മാവ് എങ്ങനെയാണോ ഈ ശരീരത്തിൻ്റെ ഉള്ളില് ആവേശിച്ചിരിക്കുന്നത്, അതുപോലെ ഈ ബ്രഹ്മാണ്ഡമാകുന്ന ഈ സകല വിഷയങ്ങൾ, അതിനെ ഉണ്ടാക്കാനുള്ള സകല വിഷയങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ദേവന്മാരുടെ സ്തുതിയാൽ തൃപ്തനായി സന്തുഷ്ടനായി അതിലേക്ക് കടന്നു. നാനാവിധ സുക്തിഭിം ഉതഗുണ, എന്ത് തത്വാന്യമൂന്യാവിശൻ, 26 തത്വങ്ങളെ പറഞ്ഞു. 26 തത്വങ്ങൾ സാംഖ്യമത പ്രകാരം ആ തത്വങ്ങളിലേക്ക് അങ്ങ് ആവേശിച്ചുകൊണ്ട് ചേഷ്ടാശക്തി മുദീര്യ, അങ്ങയുടെ കർമ്മശക്തിയെ അങ്ങ് ഉദീരണം ചെയ്തു. ആ കർമ്മശക്തി കൊണ്ട് ജ്യേഷ്ഠാശക്തി ഉദീരണം ചെയ്തിട്ട് താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥ, അതിൽ ഘടിച്ചു, അതിനെല്ലാം കൂട്ടിപ്പിടിച്ചു, അതിനെല്ലാം പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. അതുവരെ അതിന് ജ്യേഷ്ഠാശക്തി ഉണ്ടായിരുന്നില്ല. ജനിക്കുന്നതിന് മുമ്പും ജ്യേഷ്ഠാശക്തി ഇല്ല, മരിച്ചു കഴിഞ്ഞാലും ജ്യേഷ്ഠാശക്തി ഇല്ല. ഉണ്ടോ? ഇല്ല. ആത്മാവിരിക്കുമ്പോഴേ ജ്യേഷ്ഠാശക്തി ഉള്ളൂ. അങ്ങയുടെ അംശം ശരീരത്തിൽ വരുമ്പോഴാണ് ഞാൻ ജ്യേഷ്ഠാശക്തി ഉള്ളവനായി തീരുന്നത്. അതുപോലെ ഈ ബ്രഹ്മാണ്ഡത്തിന് ജ്യേഷ്ഠാശക്തി കൊടുക്കുന്നത് അങ്ങാണ്. അങ്ങ് എല്ലാറ്റിലും കയറിയിരിക്കുന്നുണ്ടെന്ന് അങ്ങനെ ആവശ്യം കയറിയിട്ട് ജ്യേഷ്ഠാശക്തി മുദീര്യ താനി ഘടയൻ. അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടിപ്പിടിച്ചു അല്ലെ? ഇന്ദ്രിയങ്ങളും ഭൂതങ്ങളും ദേവതകളും അന്ധക്കരണങ്ങളും എല്ലാം കൂടിയിട്ട് ഒരൊറ്റ പ്രവർത്തനമായിട്ട് മാറി ജ്യേഷ്ഠാശക്തി. എൻ്റെ ശരീരം കൊണ്ടുള്ള പ്രവൃത്തി പരസ്പരം നല്ല യോജിപ്പാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളും അല്ലെ മനസ്സും പ്രാണനും ഇതൊക്കെ തമ്മിൽ യോജിക്കാൻ തുടങ്ങി, അതിനെ ഘടിപ്പിച്ചു. എന്നിട്ട് ഹൈരണ്യമണ്ഡം വ്യഥ, ഹിരണ്മയമായിരിക്കുന്ന സ്വർണവർണ്ണമായിരിക്കുന്ന രണ്ടത്തെ സൃഷ്ടിച്ചു. കോഴിമുട്ടയിട്ടു എന്ന് പറയാം. കോഴി മുട്ടയിട്ടാൽ ഉടനെ കുട്ടി ഉണ്ടാവില്ലല്ലോ, കോഴി കുഞ്ഞുണ്ടാവോ? പിന്നെ 21 ദിവസം അടയിരിക്കണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ. ഗർഭം ഉണ്ടായ വഴിക്ക് കുട്ടി ഉണ്ടാവില്ലല്ലോ, 10 മാസം അതിന് പാകം വരണം. ഒരു പൂവുണ്ടായ വഴിക്ക് കായ വെളുത്തു വരുമോ? വരില്ലല്ലോ. അതിന് അതിൻ്റെതായിട്ടുള്ള കാലം വേണം. അപ്പോഴാണത് ഫലമായിട്ടും ആ ഫലം പക്വമായിട്ടും ആ പക്വം ഭുജിക്കാൻ പാകത്തിലായി മാറുന്നത്. അതുപോലെ ഹിരണ്മയമായിരിക്കുന്ന അണ്ഡം അങ്ങ് നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അത് എന്ത് രൂപമാണ് ഹിരണ്മയമായിരിക്കുന്ന അണ്ഡങ്ങളുടെ? ഹിരണ്യഗർഭൻ. ആ ഗർഭത്തിലാണ് ഈ വിശ്വം കിടക്കുന്നതെന്നാണ് പറയുന്നത്. കോഴിമുട്ടയിലാണ് കോഴിക്കുഞ്ഞ് കിടക്കുന്നത്, ഗർഭത്തിലാണ് ശിശു കിടക്കുന്നത്. അതുപോലെ ഈ ബ്രഹ്മാണ്ഡത്തിലാണ് ഈ കിടക്കുന്ന വിശ്വം, കാണുന്ന വിശ്വം. അത് സ്വർണവർണ്ണമായിരിക്കുന്ന അണ്ഡമാണ് ഹിരണ്മയൻ, ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭനാണ് ആദ്യം ഉണ്ടായത്. ആ ഹിരണ്യഗർഭനിൽ നിന്നാണ് സൃഷ്ടി. ഗർഭമെന്നാണ് എപ്പോഴും പറഞ്ഞത്, ഹിരണ്യഗർഭമാണ്. കണ്ടോ? ഈ വിശ്വം മുഴുവൻ ഗർഭത്തിലായിട്ടേ ഉള്ളൂ. ഇപ്പോ ഇനി അത് അതെ പുറത്തേക്ക് വരണം. ഇപ്പൊ ഹിരണ്യഗർഭനാക്കി. അത് യോജിപ്പിക്കാൻ അങ്ങക്കേ ശക്തിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങയെ സ്തുതിച്ചതെന്ന്. അത് ഓരോന്നിനും ബ്രഹ്മാണ്ഡത്തിനെ ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദേവതകള് അങ്ങയെക്കുറിച്ച് സ്തുതിച്ചു. ഇപ്പൊ എന്തായി? അതൊരു അണ്ഡസ്വരൂപമായിട്ട് മാറി. അപ്പൊ വൈകുണ്ഠരൂപനായിരിക്കുന്ന അങ്ങ് എങ്ങനെയായിരുന്നു ആ സമയത്ത്? ആദ്യത്തിന് സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് മായാ സന്നിഹിതോ അപ്രവിഷ്ടവപുഷ, സാക്ഷി. അങ്ങ് സാക്ഷിയായിരുന്നു. അങ്ങിപ്പോ എന്തായി? രജോഗുണം വന്നപ്പോ ചേഷ്ടാശക്തി ഉദീര്യ ആവിശൻ. അങ്ങയുടെ ജ്യേഷ്ഠാശക്തിയെ ഉദീരണം ചെയ്യുന്ന അങ്ങ് അതില് ആവേശിച്ചു എന്നാ പറയുന്നത്. അപ്പൊ എന്തായി? അവിടെ രാജസമായി. ആദ്യം വൈകുണ്ഠ രൂപം എന്താണ്? സാത്വിക പ്രധാനമാണ്. ആ സാത്വിക പ്രധാനമാണ് ഭഗവാന്റെ രൂപം എന്നാ പറയുന്നല്ലേ. ഭഗവാന്റെ ശരീരം സാത്വികമാണ്. ആ സാത്വികാവസ്ഥയിൽ അങ്ങ് സാക്ഷി മാത്രമാണ്. അവിടെ അങ്ങ് പരമാത്മാവാണ്.
ഇവിടെ അങ്ങ് ചേഷ്ടാശക്തി ഉദീരണം ചെയ്തു. അപ്പൊ എന്തായി? മായാ സന്നിഹിത, മായോട് ചേർന്നിരിക്കുന്നവനാണ്. അവിടെ ആവേശം ചെയ്തു. അപ്പോഴാണ് ഹിരണ്യഗർഭനായിട്ട് സൃഷ്ടി വരുന്നത്. ഇനി വരുന്നത് എന്താണ്? അങ്ങയുടെ വിരാട് സ്വരൂപമാണ്. ആ വിരാട് സ്വരൂപത്തിൽ അങ്ങ് അന്തര്യാമിയായിരിക്കുന്ന ജീവാത്മാവാണ്. മാറ്റം നോക്കണം നമ്മൾ. ആദ്യം യാതൊരു ബന്ധമില്ലാതെ നിർലേപനായിരിക്കുന്ന നിരാകാരനായിരിക്കുന്ന ബ്രഹ്മമായിട്ടും ആ ബ്രഹ്മം ചേഷ്ടാശക്തിയായിരിക്കുന്ന ഹിരണ്യഗർഭനായിട്ടും ആ ഹിരണ്യഗർഭൻ പോയിട്ട് അന്തര്യാമിയായിരിക്കുന്ന ജീവാത്മാവായിട്ടും സാത്വിക രാജസ താമസ ഭാവങ്ങൾ. ഈ ഭാവങ്ങൾ തന്നെ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ട്. എങ്ങനെയുണ്ട്? എൻ്റെ ഈ ജീവാത്മാവിൻ്റെ, ഈ ഭഗവാന്റെ 3 ഭാവങ്ങൾ ഏതാണ്? വൈകുണ്ഠരൂപം, പിന്നെ ഹിരണ്യഗർഭൻ, വിരാട് സ്വരൂപം. 3 വൈകുണ്ഠരൂപം സാത്വികം, ഹിരണ്യഗർഭൻ രാജസം, പിന്നെ വിരാട് സ്വരൂപം. അതാണല്ലോ വിവരിക്കുന്നത് വിരാട് സ്വരൂപത്തിന്. വിരാട് സ്വരൂപം താമസം. എൻ്റെ ശരീരം എടുക്കുക. ഈ കാണുന്ന പഞ്ചഭൂതാത്മകമായിട്ട് നമ്മൾ കാണുന്നതായ ശരീരം എന്താണ്? വിരാട് സ്വരൂപമാണ്. ഏത്? ഈ പിണ്ഡാണ്ഡത്തിന്റെ, ബ്രഹ്മാണ്ഡത്തിന്റെ അല്ല, ഈ പിണ്ഡാണ്ഡത്തിന്റെ ഈ കാണുന്ന പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം താമസികമാണ്. അത് വിരാട് സ്വരൂപമാണ്. എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, അന്ധകരണങ്ങളും കൂടി ചേർന്നിരിക്കുന്ന എൻ്റെ ശരീരം സൂക്ഷ്മ ശരീരം. ഇത് ശരീരം കാണാത്തതാണല്ലോ സൂക്ഷ്മം, അല്ലേ? അനുഭവിക്കുന്നുണ്ട്, കാണുന്നില്ല. അതാണല്ലോ സൂക്ഷ്മം. ആ സൂക്ഷ്മ ശരീരം എന്താണ്? ഹിരണ്യഗർഭനാണ്. അത് രാജസമാണ്. അവിടെയാണ് പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ശരീരമുണ്ട്. ആ ശരീരമാണ് കാരണശരീരം. എന്തിൻ്റെ കാരണം? ഈ സൂക്ഷ്മ ശരീരത്തിനും കാര്യശരീരത്തിനും കാരണമായിരിക്കുന്ന ശരീരമാണ് കാരണശരീരം. അത് ശുദ്ധസത്വമാണ്, കണ്ണാടി പോലെ തെളിഞ്ഞിരിക്കുന്ന. അപ്പൊ അത് ഇവിടെ പിണ്ഡാണ്ഡത്തിലും അത് ബാധകമാണെന്നാണ് പറയുന്നത്. ഈ ശരീരത്തിലും എങ്ങനെയാണ് വിശ്വം, അങ്ങനെ തന്നെയാണ്. വിശ്വത്തിനെ സൃഷ്ടിക്കാറിഞ്ഞ നമുക്ക് അന്യത്തായിട്ട് വിശ്വത്തിനെ അല്ല സൃഷ്ടിക്കുന്നതേ, നമ്മളും കൂടി ഉൾക്കൊണ്ടതാണല്ലോ വിശ്വം. അത് മനസ്സിലാക്കൂ. ഞാനും നിങ്ങളും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ചേർന്നതാണ് വിശ്വം. ആ വിശ്വത്തിനെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ ആ സൃഷ്ടി വികാസം ഓരോന്നിനും ബാധകല്ലേ? അങ്ങനെ. അപ്പൊ ആദ്യം അങ്ങയുടെ ഒരു നോട്ടമാണ്, ഇപ്പൊ ആവേശിച്ചു. ഇനി അങ്ങയുടെ പ്രവൃത്തിയാണ് ഏതില്? താമസത്തിൽ വരുമ്പോ, അല്ലേ? ഞാൻ ഇവിടുന്ന് എണീറ്റു. ആരെണീറ്റു? ഞാൻ എന്ന് പറഞ്ഞാൽ ശരീരമല്ലല്ലോ. അപ്പൊ ശരീരത്തിനോട് ബന്ധിക്കുറിച്ചുള്ള ആത്മാവിനെയാണ് പറയുന്നത് പ്രവൃത്തി ചെയ്തു എന്ന്. ഇവിടെ ചേഷ്ടയായിട്ടുള്ളൂ. ഇനി ശരിയായിട്ടുള്ള പ്രവൃത്തികൾ, ഇന്ദ്രിയ പ്രവൃത്തികൾ, കരണങ്ങളെ പ്രവൃത്തികൾ, ഉറങ്ങണു ഉണരണു, ഇതെല്ലാം ഞാൻ ചെയ്യുന്നതായിട്ട്. അപ്പൊ താമസിക്കുകയില്ലേ? ഇങ്ങനെ 3 ഘട്ടങ്ങളാണെന്നാണ് പറയുന്നത്.